ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു പ്രഭാതം നേരുകയാണ്. ഈശോ നിന്നെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം മുഴുവൻ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള, ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഈശോ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ഈശോ വിട്ടുപോവുകയാണ്, ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അനേകർ പോയപ്പോൾ ഈശോ ആരെയും പിടിച്ചു നിർത്തുന്നില്ല. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകണോ? അന്നേരം പത്രോസ് പറയുന്ന നല്ലൊരു ഉത്തരമുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 68-ാം തിരുവചനം. ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പത്രോസ് പറയാണ്, ഇനി ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോവുക? കാരണം നിത്യജീവൻ്റെ, ജീവൻ നൽകുന്ന, എന്നും ജീവൻ നൽകുന്ന വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, ഈ കർത്താവിൻ്റെ പക്കലുണ്ടെന്ന്. ഈ കർത്താവിനെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് പത്രോസ് ചോദിക്കുക. പ്രിയ സഹോദര സഹോദരി, എന്നും നിന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നും നിനക്ക് ഉപകാരമായി തീരുന്ന, നിന്നെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്ന വചനം കർത്താവിൻ്റെ പക്കലുണ്ട്. കർത്താവിൻ്റെ വചനത്തിലേക്ക് നീ നിന്റെ ശ്രദ്ധ കൊടുക്കുക. കർത്താവിൻ്റെ വചനത്തെ ചേർത്ത് പിടിക്കുക. കർത്താവിൻ്റെ വചനത്തെ ധ്യാനാത്മകമായിട്ട് നീ ഉൾക്കൊള്ളുക. നിനക്ക് നിത്യജീവൻ കിട്ടും. നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളൊന്ന് കൂപ്പാം, നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിത്യജീവൻ്റെ വചനമായ നിന്നെ പുണരുവാൻ, എപ്പോഴും നിത്യജീവൻ്റെ വചനത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയാൽ അഭിഷേകത്താൽ നിറയപ്പെടാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി, കുടുംബവും സമൂഹം എല്ലാം നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.